ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആരും പേടിക്കുകയൊന്നും ചെയ്യരുത്. എന്താ പറയുക, നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യത്തിലൊരു ശ്രദ്ധ വെക്കണം. പ്രത്യേകിച്ച് രോഗങ്ങളുടെ കാര്യത്തിൽ. ഏത് രോഗമായാലും തുടക്കത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 100% മാറ്റാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ബിസിയാണ്. ഒന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല. വീട്ടിലെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഇന്ന് തിരക്കൊഴിഞ്ഞൊരു സമയം ആർക്കുമില്ല. അവനവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സമയം കൂടി നമുക്കില്ല. നമ്മളെ സ്വയം ഒന്ന് കെയർ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മളെ കെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും സ്വയമായിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എനിക്കിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ഒന്ന് ജസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഇത് എല്ലാം ഒന്നും എന്താ പറയുക, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല, പക്ഷേ ആയിക്കൂടായികയുമില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളിതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യേണ്ടതാണ്. ഇതൊന്നും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളല്ല എന്നുള്ളത്. മനസ്സമാധാനത്തോടെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും നമുക്ക് എന്താ വേണ്ടത്? സമാധാനമാണ് വേണ്ടത്. അപ്പോൾ ഒരു രോഗങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞാൽ തന്നെ പൈസയോ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവോ ഒന്നുമില്ലെങ്കിലും രോഗങ്ങളില്ലെങ്കിൽ നമുക്ക് സുഖമായി ഉറങ്ങാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എന്താ? രോഗങ്ങളില്ലാത്തൊരു ജീവിതം. അതിനു വേണ്ടി നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ ഡോക്ടറൊന്നുമല്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ കണ്ട കുറച്ച് പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് തരം ക്യാൻസർ രോഗികളെ കാണുന്നുണ്ട്, പല ടൈപ്പ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്നത്, എന്തായിരുന്നു നിങ്ങൾക്ക് ആദ്യം വന്ന ബുദ്ധിമുട്ട്? ചുമ്മാ നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. കാരണം ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂട്ടോ എന്ന് പറയാൻ അതൊരു ഉപകാരപ്രദമായിരിക്കുമല്ലോ. ഞാൻ ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് തരം ബുദ്ധിമുട്ടായിരുന്നു? ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ എനിക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വന്നതുകൊണ്ട് എനിക്കതിൻ്റെ ലക്ഷണങ്ങൾ ഒരുവിധമൊക്കെ എനിക്കറിയാം, എന്തൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത്. അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതുമാണ്. അപ്പം എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എനിക്ക് ബ്രസ്റ്റിൽ ലംബം ഉണ്ടായിരുന്നു, പിന്നെ ഷോൾഡറിന് പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു, എനിക്ക് ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരത്തിൽ പലയിടത്തായി കാക്കപ്പുള്ളികൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ നിപ്പിൾ കുറച്ചൊന്നുള്ളോട്ട് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ കേട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ. ഇത് പലർക്കും പല രീതിയിലും വരാം. ചിലർക്ക് ലംബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, മാറിടത്തിൽ കാണുന്നൊരു ചെറിയ കളർ ചേഞ്ച് ആയിരിക്കും, വല്ലാതെ ഒരു ചുവപ്പ് കളറിലൊരു ചോര കല്ലിച്ച പോലെ കാണുന്നത്, അതല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ കുമിളകൾ കാണുന്നത്, ഉണങ്ങാത്ത വ്രണങ്ങൾ കാണുന്നത്, അങ്ങനെ പലതും ആയിരിക്കാം. അത് എല്ലാം ഒന്നും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ പേഷ്യൻസിനും ഓരോ തരത്തിലാണിത് കാണുന്നത്. ഇതിനെല്ലാം ഓരോ ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസറുമാണ്. എല്ലാം ഒരേ ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ആയിക്കോണമെന്നുമില്ല. ഇതിൽ പല ടൈപ്പും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന സ്ത്രീകളിൽ തന്നെ കണ്ടുവരുന്ന വേറൊരു ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ, ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസർ. പ്രത്യേകിച്ചും പീരീഡ്സ് കഴിഞ്ഞ അമ്മമാരിലോ ചേച്ചിമാരിലോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന രക്തസ്രാവം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പീരീഡ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ രക്തസ്രാവം ഉണ്ടാവണമെങ്കിൽ എന്തോ ഒരു കാരണം അതിലുണ്ട്. അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള മുഴകളായിരിക്കാം. ആ മുഴ ഒരു ഫൈബ്രോയിഡ് ആണോ, അതല്ലെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള വല്ല മുഴകളുമാണോ എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യേണ്ടതാണ്. പിന്നെ ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ പിന്നെ ലക്ഷണങ്ങൾ എന്ന് പറയാൻ മെയിനായിട്ട് ഇത് തന്നെയാണ്. നമുക്ക് വരുന്ന നിയന്ത്രിക്കാൻ പറ്റാത്ത ബ്ലീഡിങ്, പീരീഡ്സ് കഴിഞ്ഞ ആൾക്കാരിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ബ്ലീഡിങ്. ഇനി പീരീഡ്സ് ഉള്ളവർക്കാണെങ്കിലും എന്താ പറയുക, 7 ദിവസത്തിൽ കൂടുതൽ, ഇപ്പോൾ 15ഉം 20ഉം ഒക്കെ ദിവസത്തേക്ക് ബ്ലീഡിങ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതികഠിനമായ വേദന, പീരീഡ്സിൻ്റെ സമയത്തും അല്ലാതെയും വരുന്ന അടിവയറിനൊക്കെ വരുന്ന അതികഠിനമായ വേദന. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്ന വേറൊരു സിംറ്റമാണ് വയറ് വീർക്കുന്നതായിട്ട്. വയറിന് വലിപ്പം വീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറി വീർക്കും പോലെയല്ല, അല്ലാതെ തന്നെ വയറ് വലിപ്പം വെച്ച് വരുന്നതായിട്ട് ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പേഷ്യൻസ് പറയുന്ന ഒരു കോമൺ ലക്ഷണങ്ങളിലൊന്നാണ് ഗർഭാശയ ക്യാൻസറിൽ കേട്ടോ.
പിന്നെ ഗർഭാശയ ക്യാൻസറിൽ മെയിനായിട്ട് വരുന്ന ലക്ഷണം ഇതൊക്കെ തന്നെയാണ്. ബ്ലീഡിങ്, നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്ലീഡിങ്, പിന്നെ വയറുവേദന, അതൊക്കെ അതിൽ പെടുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ വരുന്നൊരു ക്യാൻസർ എന്ന് പറയുന്നത് ഓവറി, നമ്മുടെ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ. അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ കുറച്ച് വില്ലനാണ്. കാരണം തുടക്കത്തിൽ അത് ലക്ഷണങ്ങൾ പലരും കാണിച്ചവരുണ്ടാവാം, ലക്കിലി അറിഞ്ഞവരുണ്ടാവാം. പക്ഷേ പലരും, ഞാൻ ചോദിച്ച പല പേഷ്യൻസ് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുവിധ ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് പലരിലും എന്ത് വന്നത്, വയറ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറ് പെട്ടെന്ന് നിറഞ്ഞു പോവുക, ഗ്യാസ് കയറിയ പോലെ വയറ് കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയുക, ഫുഡ് കഴിക്കാൻ പറ്റാതാവുക. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വൊമിറ്റ് ചെയ്യാൻ വരിക, ഛർദ്ദിക്കുക, പിന്നെ പെയിന്, വയറ് കൊളുത്തി പിടിച്ച വേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഈ പിന്നെ ഓവറിയിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത്, ഓവറി, അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറിന് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് എപ്പോഴാണെന്നറിയോ, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരെ കാണിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഓവറിൽ വരുന്ന ക്യാൻസർ ഒരു വില്ലൻ തന്നെയാണ്. കാരണം പലപ്പോഴും പല പേഷ്യൻസിന് ലക്ഷണങ്ങൾ കാണിക്കാറില്ല. ചിലപ്പോൾ ചില പേഷ്യൻസിന് വയറ്റിൽ നീര് നിറയുമ്പോഴാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകും. സ്കാൻ ചെയ്യുമ്പോഴാണ് അത് ഓവറിയിൽ ക്യാൻസർ തുടങ്ങി, അത് ചിലപ്പം നമ്മൾ ആമാശയത്തിനെയോ കുടലുകളെയോ ഒക്കെ ബാധിച്ചിട്ട് വയറ്റിൽ നീര് നിറഞ്ഞു എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റാനും അല്ലെങ്കിൽ ചികിത്സയ്ക്കും ഒക്കെ പേഷ്യൻറ്റിനും ബുദ്ധിമുട്ടാണ്, ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, നമുക്ക് വയറ് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒക്കെ തോന്നുകയാണെങ്കിൽ, പീരീഡ്സിൻ്റെ സമയത്ത് എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടതാണ്. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് പിന്നെ വയറ് ഫുള്ളായിരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ആയിരിക്കില്ല കേട്ടോ. നിങ്ങളാരും ഈ ലക്ഷണങ്ങളൊന്നും കേട്ട് എനിക്കിതുണ്ടാവും എന്ന് വിചാരിച്ച് പേടിക്കരുത്. നമ്മൾ ഒരസുഖത്തിനെയും പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വരാനുള്ള ഒന്നും വഴി തങ്ങയില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വരുന്ന ക്യാൻസർ, നാവിലൊക്കെ വരുന്ന ക്യാൻസർ നമുക്ക് തുടക്കത്തിൽ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്നൊരു ക്യാൻസറാണ്. കൂടുതലായും കാണുന്നത് ഈ പുകയില ചവയ്ക്കുന്ന ആൾക്കാരിൽ, പിന്നെ ഈ എന്തെങ്കിലും നാവിനടിയിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന ആൾക്കാരിലൊക്കെയാണ് കൂടുതൽ വായിൽ വരുന്ന ക്യാൻസർ കാണുന്നത്. അല്ലാതെയും കാണുന്നുണ്ട്, സാധാരണക്കാരിലും ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആൾക്കാരും ഇത് കാണുന്നുണ്ട്. അപ്പം ഈ പല്ലിന് കേടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഈ പല്ലിന് കേടിൻ്റെ സമയത്ത് വിട്ട് മാറാതെ പഴുപ്പ് വരിക, മോണയ്ക്ക് പഴുപ്പ് വരിക, പല്ലിന് വേദന വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്ത് വല്ല വ്രണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടുന്ന് എന്തെങ്കിലും ബയോപ്സിക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ നാവിൽ വരുന്ന പുണ്ണുകൾ, സാധാരണ നമ്മളെല്ലാവരിലും വരുന്ന ഒന്നാണ് വായിൽ വരുന്ന പുണ്ണുകൾ. നാവിൽ, കവിളിൽ, നമ്മുടെ എല്ലാ മോണകളിലും ഒക്കെ നമുക്ക് പുണ്ണ് വരും. ബ്രഷൊക്കെ കുത്തിപ്പോയാലൊക്കെ നമുക്ക് പുണ്ണ് വരും. അത്തരം പുണ്ണുകളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സ്ഥിരമായി ചിലർക്ക് വായിൽ പുണ്ണ് വരാറുണ്ട്. പല വിറ്റാമിൻ്റെ കുറവുകൾ കൊണ്ടും നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ട്. എങ്കിലും ഞാൻ പറയുന്ന പുണ്ണുകൾ അതൊന്നുമല്ല. നമുക്ക് ഉണങ്ങാതെ വരുന്ന പുണ്ണുകൾ, നിറവ്യത്യാസത്തിൽ കാണിക്കുന്ന ഉണങ്ങാതെ വരുന്ന ചില പുണ്ണുകൾ നാവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ പുണ്ണുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഡോക്ടറെ കാണിച്ച് നമ്മളിത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളല്ല എന്നുള്ളത് എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ വായിൽ കേട് വന്നിട്ട് ഷാർപ്പായ പല്ലുകളുണ്ടെങ്കിൽ ആ പല്ല് എത്രയും പെട്ടെന്ന് ഒരു ഡെൻ്റലിൽ പോയിട്ട് രാഗി ഒതുക്കേണ്ടതാണ്. കാരണം ഇത്തരം പല്ലുകൾ നമ്മളെ നാവെ തട്ടി നാവിന് സ്ഥിരമായി വരുന്ന ഇഞ്ചുറികൾ ക്യാൻസറായി പല പേഷ്യൻസിനും മാറിയതായിട്ട് പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന വേറൊരു ക്യാൻസർ, നമ്മൾ സ്ഥിരമായ എല്ലാ പേഷ്യൻസിനും കാണുന്നൊരു ക്യാൻസറാണ് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ. പുകവലിക്കുന്നവരിലോ അല്ലെങ്കിൽ മദ്യപാനം നടത്തുന്ന ആൾക്കാരിലോ മാത്രമല്ല, ഇതൊരു ദുശീലമില്ലാത്ത ആൾക്കാരിലും വല്ലാതെ കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസിൽ, സ്ത്രീകളടക്കം ഒരുപാട് പേഷ്യൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ പുകവലിക്കുന്നവർ ശ്രദ്ധിക്കുക. പുക വലിച്ചത് കൊണ്ട്, പുക ഉള്ളിപ്പോയത് കൊണ്ട് വരുന്ന ചുമയായിരിക്കില്ല.
സ്ഥിരമായി ചുമ, പുകവലിക്കുന്നവരും അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ടത്, സ്ഥിരമായി വിട്ടുമാറാത്ത ചുമ, നമ്മൾ മരുന്ന് കഴിച്ചിട്ടും എന്ത് ചെയ്തിട്ടും മാറാത്ത ചുമ നമുക്കുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതൊരു വില്ലനായിട്ട് വരരുത്. പിന്നെ അടുത്ത ശ്വാസകോശ ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് കാണുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ശ്വാസകോശ സംബന്ധമായ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഒരുപാട് രോഗികൾ അങ്ങനെ ഒരു ലക്ഷണം പറഞ്ഞ് ഞാൻ കേട്ടു. പിന്നെ അങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ ആയിക്കോണമെന്നില്ല. നമുക്ക് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളവർ, പിന്നെ ന്യൂമോണിയ ഒക്കെ വരുന്ന ആൾക്കാരിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും അങ്ങനെയായിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ ശ്വാസകോശ സംബന്ധമായ ക്യാൻസറിൻ്റെ ലക്ഷണം പെട്ടെന്ന് വരുന്ന പനി, വിട്ടുമാറാത്ത ചുമ, ഞാനീ പറഞ്ഞ പോലെ കഫത്തിൽ കാണുന്ന ബ്ലഡ്, അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ പുകവലിക്കുന്നവരൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കാണുന്ന ലക്ഷണം വേറൊരു ക്യാൻസർ എന്ന് പറയുന്നത് വയറ്റിൽ വരുന്ന ക്യാൻസർ, പ്രത്യേകിച്ച് ആമാശയത്തിൽ, പാൻക്രിയാസിൽ, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിത്തസഞ്ചിയിൽ, പിന്നെ നമ്മുടെ കുടലിൽ, മലദ്വാരത്തിൽ ഒക്കെ വരുന്ന ക്യാൻസറുകൾ. അതിനൊക്കെ ഏകദേശം ഒരുപോലത്തെ ലക്ഷണങ്ങളൊക്കെ ഒരുപോലെയാണ്. പിന്നെ ഈ ആമാശയത്തിൽ വരുന്ന ക്യാൻസറിനൊക്കെ അതികഠിനമായ വയറുവേദന, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നത്, അതെല്ലാം ഒരു ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വയറ്റിൽ നിന്ന് പോകാനുള്ള ഈ കുടലിലോ പിന്നെ മലദ്വാരത്തിലോ ഒക്കെ വരുന്ന ക്യാൻസറുകളിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ എന്താ പറയുക, ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകാൻ തോന്നുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പം വരാറുണ്ട്. ചില പേഷ്യൻസൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോൾ ഭക്ഷണം കഴിച്ചോ, എന്ത് ഭക്ഷണം കഴിച്ചോ അപ്പം ബാത്റൂമിൽ പോകാൻ തോന്നും. പിന്നെ നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പം അതിലുണ്ടാകുന്ന ബ്ലഡിൻ്റെ അംശം, അത് പലപ്പോഴും പൈൽസിൻ്റെ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നമ്മൾ ചികിത്സ വൈകി പോകുന്ന ഒരു സ്ഥിരം കാഴ്ചയായിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദന, വോമിറ്റ് ചെയ്യാൻ വരിക, ഇതെല്ലാം വയറിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരുന്നതാണ്. പിന്നെ മലം കറുപ്പ് കളറിൽ മലം കാണാം. അത് എന്താ പറയുക, അയണും കാൽസ്യം കഴിക്കുന്ന പേഷ്യൻറ്റിന് മലം കറുപ്പ് രീതി തന്നെ ഉണ്ടാവുക. അങ്ങനത്തെ പേഷ്യൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് നമ്മുടെ മലത്തിൻ്റെ നിറം വ്യത്യാസം വരിക, ബ്ലാക്ക് കളറിലൊക്കെ കാണുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എവിടെയോ ഒരു ബ്ലീഡിങ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ക്യാൻസറുകൾ. പിന്നെ തൊണ്ടയ്ക്ക് വരുന്ന ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന വോയിസ് ചേഞ്ച്, നമുക്ക് പെട്ടെന്ന് സൗണ്ടിന് വരുന്ന വ്യത്യാസം, ജലദോഷവും പനിയൊന്നും വരുമ്പോൾ വരുന്ന വ്യത്യാസമല്ല, നമ്മുടെ സൗണ്ട് പെട്ടെന്ന് അടഞ്ഞു പോവുക. നമുക്ക് നല്ല സൗണ്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് സൗണ്ട് കുറഞ്ഞു പോവുക, നമുക്ക് സൗണ്ട് പുറത്തേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം അന്നനാളത്തിലോ തൊണ്ടയ്ക്കോ ഒക്കെ ക്യാൻസർ വരുമ്പം തുടക്കത്തിലേ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണിച്ച് അതെന്താണെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. പിന്നെ ക്യാൻസറുകൾ നമ്മൾ തല തൊട്ട് പിന്നെ കാല് വരെ എല്ലാ ഭാഗങ്ങളിലും ക്യാൻസർ വരുന്നുണ്ട്. പിന്നെ എല്ലിലൊക്കെ വരുന്ന ക്യാൻസർ ഭയങ്കര വില്ലനാണ്. അതൊന്നും തുടക്കത്തിലേ നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മുട്ടുവേദന, കൈവേദന, കാലുവേദന എന്നൊക്കെ ആൾക്കാർ പറയും. അത് നമ്മൾ അല്ലാതെ എന്തെങ്കിലും കാൽസ്യം കുറവോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് പലതും നമ്മൾ അതിൻ്റെ സിംറ്റംസ് അറിയാതെയായി പോകുന്നു. അതൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ആയിട്ടാണ് പല സിംറ്റംസും നമ്മളെ കാണിച്ചു തുടങ്ങുന്നത്. എല്ലാ ക്യാൻസറും സിംറ്റം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സിംറ്റം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ക്യാൻസറുകളാണ് ഞാനിപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ ബ്രസ്റ്റ്, നമ്മുടെ ഗർഭപാത്രത്തിന് വരുന്നത്, തൊണ്ടയ്ക്ക് വരുന്നത്, വായിൽ വരുന്നത്, പിന്നെ എന്താണ് മലദ്വാരത്തിൽ, കുടലിൽ, നമ്മുടെ ആമാശയത്തിൽ ഒക്കെ വരുന്ന ക്യാൻസറുകൾ നമുക്ക് സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കാം. സിംറ്റംസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്യാൻസറുകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഈ പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പില്ലായ്മയാണ് മെയിനായിട്ടും വരിക. വിശപ്പില്ലായ്മ നമ്മൾ വിചാരിക്കും പലപ്പോഴും പല റീസൺസ് കൊടുത്ത് നമ്മൾ അതിനെ തള്ളിവിടാറാണ് പതിവ്. അപ്പോൾ വിശപ്പില്ലായ്മ വന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില ക്യാൻസറുകളിൽ ആൾക്കാർ വല്ലാതെ മെലിയും, വെയിറ്റ് ലോസ് വരും. വെയിറ്റ് ലോസ് വരുമ്പോൾ നമ്മളത് എന്താണ് അസുഖം എന്ന് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് സ്റ്റേജുകൾ മാറിയിട്ടുണ്ടാകും. പല ക്യാൻസറുകളിലും കാണിക്കുന്ന അവസാനത്തെ ഒരു ലക്ഷണമാണ് വെയിറ്റ് ലോസ്. അപ്പം അത് അല്ലാതെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയി എന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആവുമെന്ന് വേണ്ട, പല കാരണങ്ങളും ഉണ്ടാവും വെയിറ്റ് ലോസിന്. അപ്പോൾ അത് എല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നും അല്ല. പിന്നെ വേറെ ഏത് ക്യാൻസറാണ്,
പിന്നെ നമുക്ക് തലയിലും പിന്നെ നട്ടലിലും ഒക്കെ വരുന്ന ട്യൂമറുകൾ, അതും എല്ലാം ക്യാൻസറസ് ട്യൂമറൊന്നും ആയിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അതെന്താ അസുഖം എന്നുള്ളത്. ഈ തലയിലൊക്കെ വരുന്ന ഗ്ലയോമ പോലത്തെ ക്യാൻസറുകളൊക്കെ നമ്മൾ തലവേദനയാണ് ഫസ്റ്റ് വരുന്നത്. തലവേദന, ചെറിയ തോതിലുള്ള തലവേദന, നമുക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷനുള്ള തലവേദന എന്നും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് മൈഗ്രെയിൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ടയർഡ്നെസ് കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ട് വരുന്നതാണ്, മറ്റെന്തെങ്കിലും കാരണങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിവിടും. ഒരു തലവേദനയും തള്ളിവിടരുത്. ഡോക്ടേഴ്സും പലപ്പോഴും മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു വിടും. പക്ഷേ അങ്ങനെ സ്ഥിരമായി നമുക്ക് വരുന്ന തലവേദന വരുന്നുണ്ടെങ്കിൽ ആ തലയുടെ ഒരു സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് കൺഫേം ചെയ്യേണ്ടതാണ്. എവിടെയും ഒരു മുഴയും നമുക്കില്ല എന്നുള്ളത്. തുടക്കത്തിൽ ഈ ഗ്ലയോമ പേഷ്യൻസൊക്കെ പറയുന്നത് തലവേദനയായിരുന്നു, കുറേ നാളായിട്ട് തലവേദന ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കണ്ണിന് കാഴ്ച മങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു, കൈക്കും കാലിനൊക്കെ തരിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് അപസ്മാരം വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതെല്ലാം നമ്മുടെ ബ്രെയിനിൽ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ കൈക്ക് കാലിനൊക്കെ തരിപ്പ് ഒക്കെ വരുന്നത് നമ്മളെ നട്ടലിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും അബ്നോർമൽ പ്രശ്നങ്ങൾ എന്തോ ഉണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ സ്വയം ചികിത്സിക്കാതെ, നമ്മൾ സ്വയം രോഗം കണ്ടെത്താതെ, നമ്മൾ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാതെ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാവും, ഇനി അസുഖമാണോ എന്ന് നമുക്ക് ടെൻഷനാവും. അതുകൊണ്ട് നമ്മൾ ഒന്നിനും സെർച്ച് ചെയ്യാനൊന്നും പോകരുത്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റ് ചെയ്ത് രോഗമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യേണ്ടതാണ്. കാരണം ഏത് രോഗവും തുടക്കത്തിൽ ചികിത്സിച്ചാൽ കുറേയൊക്കെ നമുക്ക് മാറി കിട്ടും. അപ്പം ഞാൻ ഈ ലക്ഷണങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആരും ടെൻഷൻ അടിക്കരുത്. ഞാനിത് പറയുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയുക, കാണിച്ചിട്ട് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ പല പേഷ്യൻസിൻ്റെ അടുത്ത് നിന്നും കേട്ടിട്ടുള്ളതും ഞാൻ കണ്ടറിഞ്ഞതും എനിക്കറിയാവുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെയും ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഒരു ക്യാൻസറിന് ഒരു ലക്ഷണമൊന്നുമല്ല, പല പല ലക്ഷണങ്ങളുണ്ട്. ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ക്യാൻസറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ആയിപ്പോകുന്ന ക്യാൻസർ ഉണ്ട്. അതുകൊണ്ട് ദയവായി ആരും പിന്നെ എന്താ പറയുക, ഇത് കേട്ട് ടെൻഷൻ ആവാനൊന്നും നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാം. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് ലക്ഷണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പേഷ്യൻസ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ തുടക്കത്തിലുണ്ടായിരുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ദയവായിട്ട് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്.